കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കാം. ഈശോയോട് പറയാം, ഈശോയെ, എൻ്റെ ജീവനും സർവസ്വവും അവിടുത്തെ തിരുസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ രോഗങ്ങൾ, എൻ്റെ പാപങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, സർവവും അവിടുത്തെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു. തലകുനിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ജീവനും എൻ്റെ സർവസ്വം. ജീവനുമെൻ്റെ സർവസ്വം നിൻ മുമ്പിലാണ് ശിരസ്സ നമിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വം നിൻ മുമ്പിലാണ് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വം നിൻ മുമ്പിലാണ് കുമ്പിടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമായിരിക്കാം. പിറകിൽ ആർക്കെങ്കിലും കസേര കിട്ടിയിട്ടില്ല എങ്കിൽ ഫ്രണ്ടിൽ സ്ഥലമുണ്ട്, മുന്നോട്ട് കയറിയിരിക്കാവുന്നതാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പം കൂടി സ്വരമുയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പിതാവും ദൈവവുമായ കർത്താവേ, ഉയർന്ന സ്വരത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ പിതാവും ദൈവവുമായ കർത്താവേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. അധമ വികാരങ്ങൾക്ക് ഞാൻ എന്നെ അടിമയാക്കരുതേ. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. ദൈവമേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം, അധ്യായം 4 വചനം 30.
വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 4 വചനം 30 ചേർന്ന് വായിക്കാം. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. വചനം വഴി വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് പറയുകയാണ്, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നമ്മെ തന്നെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം വേദനിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം വേദനിപ്പിക്കരുത്. എന്തുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ ഇങ്ങനെ ഒരു താക്കീത്, ഒരു വാണിംഗ് നമുക്ക് തരുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്ന്. അതിനുത്തരം വിശുദ്ധ പൗലോസ്ലീഹ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-19 വചനം. കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 6 വചനം 19 ചേർന്ന് വായിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞു തരികയാണ്, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ് നിങ്ങളുടെയും എന്റെയും ശരീരം. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. അത് നാം നശിപ്പിക്കരുത്. ദൈവത്തിന്റെ ശരീരത്തെ നശിപ്പിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിന് വേദന ഉണ്ടാക്കുന്നു. ശ്ലീഹ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത് നാം നമ്മുടെ ശരീരത്തെ മലിനമാക്കുമ്പോഴാണ്, പാപത്തിന് വിട്ടുകൊടുക്കുമ്പോഴാണ്. വചനം 20, കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 6 വചനം 20. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആയതിനാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഹല്ലേലൂയ. കർത്താവേ, കരുണയുള്ള ദൈവമേ, എന്റെ ശരീരത്തിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. കരുണയുള്ള ദൈവമേ, എന്റെ ശരീരത്തിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഒരു വചനം കൂടി ദൈവം പറഞ്ഞു തരികയാണ്. കൊറിന്ത്യർക്കുള്ള 1-ാം ലേഖനം അധ്യായം 3-ന്റെ 16-17 വചനങ്ങൾ. 1 കൊറിന്ത്യസ് 3:16-17 ചേർന്ന് വായിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ, ബാക്കി പറഞ്ഞേ, ഉയർന്ന സ്വരത്തിൽ പറഞ്ഞേ, ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ. കാരണം ദൈവത്തിന്റെ ആലയം പറഞ്ഞേ പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ, നാം തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, പൗലോസ്ലീഹ വീണ്ടും വീണ്ടും വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിന്റെ ആലയം നമ്മൾ തന്നെയാണ്. ദൈവത്തിന്റെ ആലയം നമ്മുടെ ശരീരമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഇടം എന്റെ ശരീരമാണ്. ഈ ശരീരത്തെ ഞാൻ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. വിശുദ്ധവും സ്വീകാര്യവുമായ ബലിയായിട്ട് എന്റെ ശരീരത്തെ ഞാൻ എന്റെ ദൈവത്തിന് സമർപ്പിക്കണം. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൂടാ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൂടാ.
എൻ്റെ ശരീരത്തില് ദൈവത്തെ വേദനിപ്പിക്കുന്നതൊന്നും സംഭവിച്ചുകൂടാ. എൻ്റെ ശരീരത്തെ ഞാൻ വ്യഭിചാരത്തിനോ ഭോഗാസക്തിക്കോ ഭോജനപ്രിയത്തിനോ അലസതയ്ക്കോ അടിമപ്പെടുത്തരുത്. ശരീരവുമായിട്ട് ബന്ധപ്പെട്ട അനേകം പാപങ്ങളുണ്ട്. ഈ പാപത്തിന് തന്നെ നാം വിട്ടുകൊടുക്കരുത്, എൻ്റെ ശരീരത്തെ വിട്ടുകൊടുക്കരുതെന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഫലമന്വേഷിച്ചു വരുന്ന ദൈവമാണ്, ഫലമന്വേഷിച്ചു വരുന്ന ദൈവമാണ്. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വചനങ്ങൾ, ലൂക്കാ സുവിശേഷത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വചനഭാഗത്ത് നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം ഫലമന്വേഷിച്ചു വന്നു. ദൈവം ഫലമന്വേഷിച്ചു വന്നു. ഫലം കാണാതെ വന്നപ്പോൾ പറയുകയാണ്, വെട്ടിക്കളയുക. എന്തിന് നിലം പാഴാക്കണം? വെട്ടിക്കളഞ്ഞേര്, എന്തിന് നിലം പാഴാക്കണം? പ്രിയമുള്ളവരെ, ഓരോ ദിവസവും ദൈവം ഫലമന്വേഷിച്ച് നമ്മുടെ അരികിലേക്ക് വരുന്നുണ്ട്. ഫലമന്വേഷിച്ചു വരുന്ന ദൈവം അന്വേഷിച്ചു വരുമ്പോൾ ദൈവത്തിന് മുമ്പിൽ കാഴ്ച സമർപ്പിക്കുവാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നാം തിരിച്ചറിയണം. ഇനി നമ്മുടെ ജീവിതത്തിൽ ഫലമില്ല എങ്കിൽ അതിന് കാരണം എന്നിൽ കുടികൊള്ളുന്ന മടി, അലസത ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഉയർന്ന സ്വരത്തിൽ ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ അലസതയുണ്ട് എങ്കിൽ എന്റെ ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. എന്റെ ജീവിതത്തിൽ അലസത എന്ന മൂലപാപമുണ്ട് എങ്കിൽ എന്റെ ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. ദൈവം പറഞ്ഞു വിട്ടത്, സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് നിങ്ങളെയും എന്നെയും പറഞ്ഞയച്ചത് ഫലം പുറപ്പെടുവിക്കുവാനാണ്. ഈ അലസത എന്ന മൂലപാപം എന്നിലുണ്ട് എങ്കിൽ എനിക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 19-ാം വചനം. സുഭാഷിതം 18-19 ചേർന്ന് വായിക്കാം. സുഭാഷിതം 18-19. അവസാന ഭാഗം. മടിയൻ, അലസൻ ആരാണെന്ന് ദൈവം പഠിപ്പിക്കാം. അലസൻ ആരാണ്? സുഭാഷിതം 18:10, 18:10, 19 അല്ല 10, 18:10. സുഭാഷിതം 18:10. സുഭാഷിതം 18:10, 18:9. സുഭാഷിതം 18:9. മടിയൻ മുടിയന്റെ സഹോദരനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ് വലതുകര ഉയർത്തി പറഞ്ഞ്, മടിയൻ മുടിയന്റെ സഹോദരനാണ്. ഒന്നുകൂടി പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ, അലസത ഉള്ളവർ മാത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എല്ലാവരും അലസന്മാരാ. ഹല്ലേലൂയ. മടിയൻ ആരാണ്? മുടിയന്റെ സഹോദരനാണ്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, മടിയൻ മുടിയന്റെ സഹോദരനാണ്. മുടിയൻ ആരാ? മുടിയൻ ആരാ? നശിപ്പിക്കുന്നവൻ. ഹല്ലേലൂയ. മുടിയൻ ആരാണ്? നശിപ്പിക്കുന്നവൻ. നശിപ്പിക്കുന്നവൻ ആരാ? പിശാച്. ഇന്ന് രാവിലെ അച്ഛൻ പറഞ്ഞു, പിശാച് എന്തിനാ വരുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് വചനം പറഞ്ഞിട്ട് അച്ഛൻ പഠിപ്പിച്ചു, പിശാച് കള്ളൻ എന്തിനാ വരുന്നത്? മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലുവാനും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നശിപ്പിക്കുന്നവൻ, മുടിയൻ നശിപ്പിക്കുന്നവനാണ്. മുടിയൻ നശിപ്പിക്കുന്നവനാണ്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അലസൻ ആരുടെ സഹോദരനാണ്? മുടിയന്റെ സഹോദരനാണ്, പിശാചിന്റെ സഹോദരനാണ് അലസൻ. ഹല്ലേലൂയ. മടിയുള്ളവൻ പിശാചിന്റെ സഹോദരനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, 14:23 ചേർന്ന് വായിച്ചേ. അധ്വാനമേതും ലാഭകരമാണ്, അലസഭാഷണം ദാരിദ്ര്യത്തിന് വഴിതെളിക്കുന്നു. ഹല്ലേലൂയ. അധ്വാനമേതും ലാഭകരമാണ്, ജീവിതത്തിൽ ഉയർച്ച നൽകുന്നതാണ് അധ്വാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി നമുക്ക് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം. അധ്വാനമേതും ലാഭകരമാണ്, അലസഭാഷണം ദാരിദ്ര്യത്തിന് വഴിതെളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ പ്രിയമുള്ളവരെ ഓർക്കുക, ഒരുവനെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന വലിയ ഒരു കെണിയാണ് അലസത. ഒരുവന്റെ ജീവിതത്തിൽ വലിയ തകർച്ച, വലിയ നാശം, ആ നാശത്തിലേക്ക് അവനെ തള്ളിവിടുന്ന വലിയൊരു കെണി പിശാച് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. അതാണ് അലസത. ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം അധ്യായം 10 വചനം 14, 10-14. സുഭാഷിതം 10-14 ചേർന്ന് വായിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വചനം കൂടി വായിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം അധ്യായം 19 വചനം 15-16. ഹല്ലേലൂയ. അലസത ഒരിക്കൽ കൂടി ചേർന്ന് വായിച്ച. അലസത അലസത ഒരുവനെ ഗാഢനിദ്രയിൽ ആഴ്ത്തുന്നു, ഗാഢനിദ്രയിൽ ആഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അലസത ഒരുവനെ ഗാഢനിദ്രയിൽ ആഴ്ത്തുന്നു. ഉറങ്ങുന്ന സമയത്ത് പിശാച് കടന്നു വരും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, പ്രലോഭനങ്ങളെ അടിപ്പെടാതിരിക്കുവാൻ വേണ്ടി, പിശാചിന് അടിപ്പെടാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 34 മുതലുള്ള വചനങ്ങൾ വായിച്ച്. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 34 മുതലുള്ള വചനങ്ങൾ. സുഖലോലുപത. ആ ദിവസം ഒരു കെണി പോലെ വന്നു വീഴും. ഒരു കെണി പോലെ എൻ്റെ ജീവിതത്തില് പിശാചിന്റെ ദിവസം, അന്ധകാര ശക്തിയുടെ ദിവസം ഒരു കെണി പോലെ എൻ്റെ ജീവിതത്തിൽ വന്നു വീഴും. അതുകൊണ്ട് ദൈവം പറയുകയാണ്, വചനം 30 തുടർന്ന് വായിച്ച്. വചനം 36-ന്റെ അവസാന ഭാഗം. കരുത്ത് ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളുണ്ടാകും, എൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം കടന്നു വരും. കാരണം ഞാൻ അലസനാണ്, ഞാൻ മുടിയനാണ്. പിശാചിന് എൻ്റെ ജീവിതത്തെ ഞാൻ അടിമപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ കഷ്ടതകളും അലസതകളും വരുവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു കഷ്ടത, ദുരിതം, ദാരിദ്ര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ദൈവം പറയുകയാണ്, ജാഗരൂകരായിരിക്കുവിൻ, നിങ്ങൾ ഉണർന്നിരിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 25-ാം വചനം. 21-25. അലസന്റെ ആഗ്രഹങ്ങൾ അവനെ കൊന്നുകളയുന്നു, എന്നാൽ അവന്റെ
കരങ്ങൾ അധ്വാനിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അലസന്റെ ആഗ്രഹങ്ങള്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആഗ്രഹങ്ങള് നല്ലതായിരിക്കണം, ചിന്തകള് നല്ലതായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ അവൻ ദൈവതിരുസന്നിധിയിൽ നിന്ന് തള്ളപ്പെടും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തില് ഈശോ പത്രോസിനോട് പറയുന്നുണ്ട്, നിന്റെ ചിന്തകള് ദൈവീകമല്ല, ചിന്തകൾ ദൈവീകമായിരിക്കണം, ആഗ്രഹങ്ങൾ ദൈവീകമായിരിക്കണം. ഈ ആഗ്രഹങ്ങള് ദൈവീകമായാൽ ജീവിതത്തില് ഉയർച്ചകൾ ഉണ്ടാകും. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പം കൂടെ സ്വരമുയർത്തി ഹല്ലേലൂയ. എന്റെ ചിന്തകള് ദൈവീകമായിരിക്കണം. എന്നിട്ട് ഈ ദൈവീക ചിന്തകളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഞാൻ അധ്വാനിക്കണം. എന്റെ ശരീരം അത് പിശാചിന് വേണ്ടി വിട്ടുകൊടുക്കരുത്. മുടിയന്റെ സഹോദരനായിട്ട് ഞാൻ മാറരുത്, പിശാചിന്റെ സഹോദരനായിട്ട് ഞാൻ മാറരുത്. അധ്വാനിച്ച് ഭക്ഷണം കഴിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഉത്സാഹത്തോടുകൂടി അധ്വാനിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവം കുറച്ച് അഭിഷേകങ്ങൾ കൊടുക്കുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 5-ാം വചനം ചേർന്ന് വായിച്ചേ. ഹല്ലേലൂയ. വചനം എന്താ പറയുന്നത്? ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും സമൃദ്ധി കൈവരുത്തുന്നു. ഹല്ലേലൂയ, സമൃദ്ധി കൈവരുത്തുന്നു. ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ, മടിയന്റെ അല്ല, അലസന്റെ അല്ല, ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ അവന്റെ ജീവിതത്തിലേക്ക് സമൃദ്ധി കൊണ്ടുവരുന്നു. കാരണം അവൻ ദൈവത്തോടാണ് ആലോചിക്കുന്നത്. ഹല്ലേലൂയ, അവൻ ദൈവത്തോടാണ് ആലോചിക്കുന്നത്. ഉത്സാഹമുള്ളവൻ ദൈവത്തിന്റെ മകനാണ്, അവൻ ദൈവത്തോടാണ് ആലോചിക്കുന്നത്. എന്നാൽ അലസൻ അവൻ പിശാചിന്റെ സഹോദരനായതുകൊണ്ട് ആരോട് ആലോചിക്കുന്നു? ആരോട് ആലോചിക്കുന്നു? പറഞ്ഞേ. അലസൻ ആരാ? മടിയൻ, മടിയൻ, മുടിയന്റെ സഹോദരൻ. മുടിയൻ ആരാ? പറഞ്ഞേ. പിശാച്. മുടിയൻ ആരോട് ആലോചിക്കുന്നത്? പിശാചിനോട് ആലോചിക്കുന്നു. അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ തകർച്ചകള്, അവന്റെ ജീവിതത്തിൽ ഉയർച്ചയില്ല. എന്നാൽ ഉത്സാഹമുള്ളവന്, അധ്വാനിക്കുന്നവന് ആലോചിക്കുന്നത് ആരോടാ? ആലോചിക്കുന്നത്? ദൈവത്തോട്. അതുകൊണ്ട് തന്നെയാണ് വചനം പറഞ്ഞത്, ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും സമൃദ്ധി കൈവരുത്തുന്നു. ഉയർന്ന സ്വരത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ചേർന്ന് നമുക്ക് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ സമൃദ്ധി കൊണ്ടുവരുന്നു. ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ സമൃദ്ധി കൊണ്ടുവരുന്നു. കാരണം അവൻ ദൈവത്തോട് ആലോചിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 24-ാം അധ്യായം, സുഭാഷിതങ്ങളുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 30 മുതലുള്ള വചനങ്ങൾ വായിക്കാമോ? 30 മുതലുള്ള വചനങ്ങള്. വലിയൊരു കാര്യം ദൈവം പഠിപ്പിക്കുക. വീണ്ടും വായിച്ചേ. 33, 32, 33 ഒക്കെ വായിച്ചേ. വായിച്ചേ, തുടർന്ന് വായിച്ചേ. ഹല്ലേലൂയ. നമ്മുടെ മനുഷ്യരിലുള്ള ഒരു വലിയ രോഗമാണ് കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങാം, അല്പം കൂടി വിശ്രമിക്കാം, കയ്യും കെട്ടിയിരിക്കാം. ഇതെല്ലാം എല്ലാവരിലും ഉള്ള രോഗമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രോഗത്തിൽ നിന്നും പുറത്തു വരണമെന്നാണ് ദൈവം പറയുന്നത്. ഇല്ലെങ്കിൽ എന്തെല്ലാം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കവർച്ചക്കാരനെ പോലെ ദാരിദ്ര്യം വരും, ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടാകും.
ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നാമൊക്കെ എപ്രകാരമാണ് ജീവിക്കുന്നത്? ഒരു ദിവസം അവധി കിട്ടിയാൽ കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങാം. ശരിയാണോ? ശരിയാണോ? ഒരു ദിവസം അവധി കിട്ടിയാൽ ഹോളിഡേ ആണെങ്കിൽ എന്ത് ഉത്സാഹമാ! ക്രമമില്ലാത്ത ജീവിതം. കിടന്നുറങ്ങുന്നു, കൂടുതൽ സമയം ആവശ്യത്തിലധികം ഉറങ്ങുന്നു, വെറുതെ ഇരിക്കുന്നു, അലസമായിട്ടിരിക്കുന്നു, ഓർഡറില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ക്രമമില്ലാത്ത ജീവിതം നയിക്കുന്ന എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നു. ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞേ, ക്രമമില്ലാത്ത ജീവിതം നയിക്കുന്ന എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം സൃഷ്ടിയുടെ ആരംഭത്തിൽ ചെയ്തത് എന്താ? ക്രമം കൊടുത്തു. ഭൂമിക്ക് ക്രമരഹിതമായിരുന്നു, ദൈവം ക്രമം കൊടുത്തു. പിന്നീട് മനുഷ്യൻ വന്നിട്ട് ആ ക്രമത്തിന് വിപരീതമായിട്ട് പോകുകയാണ്. ക്രമത്തിന് വിപരീതമായിട്ട് പോകുമ്പോൾ തകർച്ചകൾ ഉണ്ടാകുകയാണ്. ബൈബിളിന്റെ തുടക്കം മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും, എവിടെയെല്ലാം ദൈവം കൊടുത്ത ക്രമം നഷ്ടപ്പെടുന്നുവോ അവിടെയെല്ലാം വിപത്തി, അവിടെയെല്ലാം അത്യാഹിതങ്ങൾ സംഭവിക്കുന്നു, അവിടെയെല്ലാം തകർച്ചകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, ദൈവം കൊടുത്ത ക്രമം നാം തെറ്റിക്കരുത്. പുലർച്ചയിൽ ഉണർന്നിരിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പുലർച്ചയിൽ ഉണർന്ന് ദൈവത്തെ സ്തുതിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങാം, അലസമായിട്ടിരിക്കാം, ഇനിയും സമയമുണ്ടല്ലോ, ഇന്ന് ഡ്യൂട്ടി ഇല്ല, കുറച്ചു നേരം കൂടെ ഉറങ്ങാം. അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുവാൻ ആരെങ്കിലും ഉണ്ട്, പുറത്തു പോയാൽ ഫാസ്റ്റ് ഫുഡിന്റെ സമയമാണ്, ഭക്ഷണം കിട്ടും, ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കാം എന്നും പറഞ്ഞ് കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങാം. ജീവിതം ആസ്വദിക്കുന്നവര്, വചനത്തില് ദൈവം പറയുകയാണ്, കവർച്ചക്കാരനെ പോലെ ദാരിദ്ര്യം കടന്നു വരും. കവർച്ചക്കാരനെ പോലെ ജീവിതത്തിൽ ദാരിദ്ര്യം കടന്നു വരും. ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും ദൈവം പറയുകയാണ്, ചില മനുഷ്യരിൽ നിന്നെല്ലാം അകന്നിരിക്കുവാൻ ദൈവം പറയുക. ചില മനുഷ്യരിൽ നിന്നെല്ലാം അകന്നിരിക്കുവാൻ ദൈവം പറയുക. അതിലൊരു കൂട്ടരാണ് അലസർ. അലസരിൽ നിന്നും അകന്നിരിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. തെസ്സലോനിക്കാർക്കുള്ള ലേഖനം, 2-ാം ലേഖനം, 2 തെസ്സലോണി 3:6 2 തെസ്സലോണി 3:6 ചേർന്ന് പറഞ്ഞ് വായിച്ചേ. അലസതയിലും ഞങ്ങളിൽ നിന്നും സ്വീകരിച്ച പാരമ്പര്യത്തിനിണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരരെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ ദൈവജനത്തോട് കർത്താവിന്റെ നാമത്തിൽ പറയുകയാണ്, അലസനിൽ നിന്നും അകന്നു നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അലസനിൽ നിന്നും, ചേർന്ന് പറഞ്ഞേ, അകന്നു നിൽക്കുക. അലസതയിൽ ജീവിക്കുന്നവരിൽ നിന്നും അകന്നു നിൽക്കുക. കാരണം അലസൻ ആരാ? മറന്നുപോയോ? അലസൻ ആരാ? മുടിയന്റെ സഹോദരനാണ്. അവന്റെ അടുത്ത് പോകരുത്, അവനോട് ചേർന്ന് നിൽക്കരുത്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, അവനിൽ നിന്നും അകന്നു നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വീണ്ടും വചനത്തില് ദൈവം പറയുന്നുണ്ട്, പൗലോസ്ലീഹ പറയുന്നുണ്ട്. പൗലോസ്ലീഹ വചനത്തിലൂടെ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകുവാൻ വേണ്ടി അധ്വാനിച്ചു. തുടർന്നുള്ള ഭാഗങ്ങൾ തെസ്സലോനിക്കാർക്കുള്ള 2-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വചനഭാഗം ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ അധ്വാനിച്ചവനാണ്, ഞാൻ നിങ്ങൾക്ക് വചനം തന്നവനാണ്, നിങ്ങളിൽ നിന്നും എനിക്ക് ഭക്ഷണം ആവശ്യപ്പെടാം, അതിനുള്ള കടമ എനിക്കുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകുന്നതിന് വേണ്ടി എൻ്റെ കരങ്ങൾ കൊണ്ട് അധ്വാനിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകുന്നതിന് വേണ്ടി എൻ്റെ കരങ്ങൾ കൊണ്ട് അധ്വാനിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കൊരു മാതൃക നൽകുവാൻ വേണ്ടി എൻ്റെ കരങ്ങൾ കൊണ്ട് അധ്വാനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് പറഞ്ഞു വെക്കുകയാണ്, 10-ാം വചനത്തിന്റെ അവസാന ഭാഗം, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, അലസമായി നാം നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. അലസതയിൽ ജീവിച്ച് നമ്മുടെ ജീവിതത്തെ പിശാചിന് അടിമപ്പെടുത്തരുത് എന്ന് ദൈവം തന്റെ വിശുദ്ധ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒരു മിനിറ്റ് നേരം കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അലസത എന്ന പാപത്തിൽ നിന്നും എന്നെ അകറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച്, എല്ലാ അലസതകളും രോഗങ്ങളും വിട്ടുപോകുവാൻ വേണ്ടി പ്രാർത്ഥിച്ച്. വലിയൊരു രോഗമാണ് അലസത. ദാരിദ്ര്യം ക്ഷണിച്ചു വരുത്തുന്ന, കുടുംബത്തിലെ തകർച്ചകൾ, ജീവിതത്തിലെ തകർച്ചകൾ ക്ഷണിച്ചു വരുത്തുന്ന വലിയൊരു രോഗം. ഈ രോഗം എന്നിൽ നിന്നും വിട്ടു മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോടൊന്ന് പറഞ്ഞ്, മുടിയന്റെ സഹോദരനായ, പിശാചിന്റെ സഹോദരനായ അലസനിൽ നിന്നും ദൂരെ നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങയുടെ ദുരത്വം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നമുക്കിരിക്കാം. മൂലപാപങ്ങളില് അലസത എന്ന പാപവുമായി ബന്ധപ്പെട്ട ചില വചനങ്ങൾ നാം കണ്ടു. ഇനി മറ്റൊരു മൂലപാപത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതാണ് അമിത ഭോജനം, ഗ്ലട്ടണി, കൊതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മെ പലരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. പിശാച് നമ്മുടെ തലയിൽ കോരിയിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ തലയിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന് ജീവിക്കുവാൻ അത്യാവശ്യമുള്ള ഒന്നാണ് ഭക്ഷണം. ഭക്ഷണത്തിന് വേണ്ടി നാം അധ്വാനിക്കുന്നു. ഇല്ലെങ്കിൽ ആരും അധ്വാനിക്കത്തില്ല. വിശപ്പുള്ളത് കൊണ്ട് അധ്വാനിക്കുന്നു, ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 4-ാം വചനം, മത്തായി 4:4 ചേർന്ന് വായിച്ചേ. അല്പം ഉയർന്ന സ്വരത്തിൽ വായിച്ചേ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അധരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പലതരം ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യൻ, ഇച്ചിരി ശക്തിയോടെ പറഞ്ഞേ, ജീവനോടെ പറഞ്ഞേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ അധരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തില് ഈശോ നമ്മോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ഈ വചനം കൊണ്ടാണ് നാം ജീവിക്കുന്നത്, ഭക്ഷണം കൊണ്ടല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ നാം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയ്ക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തെ നാം നിയന്ത്രിക്കണം. നമ്മുടെ ശരീരത്തെ നാം നിയന്ത്രിക്കണം. ഹല്ലേലൂയ. കൊറിന്തോസ്യർക്കുള്ള 1-ാം ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാം വചനം. 1 കൊറിന്തോസ് 9:27. വായിച്ചേ. ഹല്ലേലൂയ. പൗലോസ്ലീഹ പറയുകയാണ്, മറ്റുള്ളവരോട് വചനം പ്രസംഗിക്കുന്ന ഞാൻ തന്നെ ബാക്കി പറ, ഉച്ചത്തിൽ പറഞ്ഞേ, തിരസ്കൃതനാകാതിരിക്കുവാൻ വേണ്ടി
ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ചു. മറ്റുള്ളവരോട് വചനം പ്രസംഗിക്കുന്ന ഞാൻ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി, തിരസ്കൃതനാകാതിരിക്കുവാൻ വേണ്ടി എന്നെ തന്നെ കർശനമായിട്ട് നിയന്ത്രിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓർക്കുക, ഒരു മനുഷ്യനെ ദൈവ തിരുസന്നിധിയിൽ തിരസ്കൃതനാക്കി മാറ്റുന്ന വലിയൊരു പാപമാണ് കൊതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു മനുഷ്യനെ ദൈവ തിരുസന്നിധിയിൽ തിരസ്കൃതനാക്കി മാറ്റുന്നത്, സ്വർഗരാജ്യത്തിൽ നിന്ന് അവനെ പുറന്തള്ളുന്ന ഏറ്റവും വലിയൊരു പാപമാണ് അവനിൽ കുടികൊള്ളുന്ന കൊതി. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 19 മുതൽ 33 വരെയുള്ള വചനഭാഗം, ധനവാന്റെയും ലാസറിന്റെയും കഥ. ഈ ധനികനായ മനുഷ്യനില് ഉണ്ടായിരുന്ന ആസക്തികള്, ഭക്ഷണത്തോടുള്ള അമിതമായ ആഗ്രഹങ്ങള്, അത് സ്വർഗത്തിൽ നിന്നും അവനെ തിരസ്കൃതനാക്കി മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ഓർക്കുക, നമ്മിൽ കുടികൊള്ളുന്ന കൊതി മൂലപാപങ്ങളിൽ ഒന്ന്. ഈ മൂലപാപത്തെ നാം ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൽ നിന്നും കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, കൊതിയുള്ളവൻ, ആരിൽ കൊതിയുണ്ടോ, അമിതമായി ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നവൻ, അങ്ങനെയുള്ള വ്യക്തി യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുവാണ് എന്ന് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിലൂടെ ദൈവം പഠിപ്പിക്കുകയാണ്. ഫിലിപ്പിയർക്കുള്ള ലേഖനം, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനം, അധ്യായം 3 18 19 വചനങ്ങള്. 3 18 19 ചേർന്ന് വായിച്ചേ. ഹല്ലേലൂയ. നോക്കിക്കേ, വചനം നമ്മോട് പറയുകയാണ്, പലരും ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു. പലരും ഈശോയുടെ കുരിശിന്റെ ശത്രുക്കളായിട്ട് നിൽക്കുകയാണ്. ഈശോയുടെ കുരിശിന്റെ ശത്രുക്കളായിട്ട് പലരും നിൽക്കുകയാണ്. അതിന് കാരണം എന്താണ്? അവരിൽ കുടികൊള്ളുന്ന അമിതമായ ഭോജനപ്രിയത, കൊതി, സ്പിരിറ്റ് ഓഫ് ഗ്ലട്ടണി. ഹല്ലേലൂയ. വീണ്ടും വചനത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്, നാശമാണ് അവരുടെ അവസാനം, നാശമാണ് അവരുടെ അവസാനം. ആരിൽ കൊതിയുണ്ടോ അവന്റെ അവസാനം, ചേർന്ന് പറഞ്ഞേ, നാശമാണ് അവന്റെ അവസാനം. ആരുടെ? കൊതി. അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവരുടെ അവസാനം അത് നാശമാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഇനി അവരുടെ ദൈവം ആരാണ്? വചനത്തിൽ പറയുകയാണ്, ഉദരമാണ് അവരുടെ ദൈവം. ഉദരമാണ് അവരുടെ ദൈവം. പ്രത്യാശ വെച്ചിരിക്കുന്ന ഉദരത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിങ്ങളുടെ ശരീരം ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. ശരീരം ദൈവത്തിനും ദൈവം ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. കൊരിന്ത്യർക്കുള്ള ലേഖനം, 1 ലേഖനം, അധ്യായം 6 വചനം 13, 6:13. 1 കൊരിന്ത്യർ 6:13 വായിച്ചേ. ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി നമുക്ക് വീണ്ടും പറഞ്ഞു പ്രാർത്ഥിക്കാം. ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. അല്പം കൂടെ സ്വരമുയർത്തി, ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയാ. വട്ടായലച്ചൻ, സേവ്യർ ഖാൻ വട്ടായലച്ചൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് പറയുമ്പോൾ വട്ടായലച്ചൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ട്രെയിൻ അല്ലെങ്കിൽ ട്രെയിനിന്റെ ട്രാക്ക്, റെയിൽവേ ട്രാക്ക്, അതെന്തിനു വേണ്ടിയുള്ളതാ? സിംഗപ്പൂർ ആരെങ്കിലും റെയിൽവേ ട്രാക്കിൽ കാർ ഓടിക്കുവോ? പറഞ്ഞേ. ബസ്, കാളവണ്ടി? ഇല്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. റെയിൽവേ ട്രാക്ക് എന്തിനു വേണ്ടിയുള്ളതാ? ട്രെയിനിന് വേണ്ടിയുള്ള. ട്രെയിൻ റോട്ടിൽ കൂടി പോവോ? ഇല്ല. ട്രെയിൻ പോകണമെങ്കിൽ റെയിൽവേ ട്രാക്ക് വേണം, ട്രാക്ക് വേണം. റെയിൽവേ ട്രാക്ക് ട്രെയിനിനും ട്രെയിൻ റെയിൽവേ ട്രാക്കിനും ഉള്ളതുപോലെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ശരീരം ദൈവത്തിനും ദൈവം ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇരുകരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കർത്താവേ, ചെറുന്ന ഉയർന്ന സ്വരത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കുവാനുള്ള വലിയ കൃപയും ശക്തിയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. വലിയ കൃപയും ശക്തിയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. അമിത ഭോജനത്തിന് ഞങ്ങളെ അടിപ്പെടുത്തരുതേ. വചനം മൂലം ജീവിക്കുവാനുള്ള വലിയ കൃപയും അഭിഷേകവും എനിക്കും എൻ്റെ കുടുംബത്തിലെ എല്ലാ മനുഷ്യർക്കും നൽകണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇപ്പോഴ് മൂലഭാവങ്ങളില് അലസതയെക്കുറിച്ചും കൊതിയെക്കുറിച്ചും നമ്മൾ പെട്ടെന്ന് ചില വചനങ്ങളൊക്കെ കണ്ടുപോയി. ഒത്തിരി വചനങ്ങൾ ബൈബിളിലുണ്ട്. പിന്നീട് വായിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് കൊതിയെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കുക, അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവൻ 5-ാം പ്രമാണത്തിനെതിരെ പാപം ചെയ്യുന്നു. അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവൻ 5-ാം പ്രമാണത്തിനെതിരെ പാപം ചെയ്യുകയാണ്. തന്നെ അവൻ പീഡിപ്പിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനത്തിൽ പറയുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 23-ാം അധ്യായം. പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ 23-ാം അധ്യായത്തിന്റെ 6-ാം വചനം. ജഡിക പാപങ്ങൾ മനുഷ്യൻ കർത്താവിന്റെ കണ്ണുകളിൽ നിന്ന്. അമിതമായിട്ട് ഭക്ഷണത്തെക്കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകത്തില്, പ്രഭാഷകത്തിന് 31-ാം പുസ്തകത്തിന്റെ 14-ാം വചനം, 31-ാം അധ്യായത്തിന്റെ 14-ാം വചനം, 31-ാം അധ്യായത്തിന്റെ 14-ാം വചനം. ഭക്ഷണമേശയിൽ അയൽക്കാരനെ ഉന്തി മാറ്റരുത്. മറ്റുള്ളവർക്കും കൂടെ അർഹതപ്പെട്ട ഭക്ഷണമാണ്. നമ്മൾ ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുമ്പോൾ ഓർക്കുക, മറ്റുള്ളവന് അർഹതപ്പെട്ടതാണ് നമ്മൾ കഴിക്കുന്നത്. ഈ ലോകത്തിൽ ഒത്തിരി പേര് ഭക്ഷണമില്ലാതെ മരിച്ചു പോകുന്നുണ്ട്. അവർക്കും കൂടി അർഹതപ്പെട്ട ഭക്ഷണം നാം വെറുതെ അനാവശ്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദൈവം പറയുകയാണ്, ഭക്ഷണമേശയില് മറ്റുള്ളവരെ ഉന്തി മാറ്റരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും ആ അധ്യായത്തിന്റെ 12 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് 20-ാം വചനം, 20-21 വചനം വായിച്ചു നോക്കിയേ. 20-ാം വചനം. മിതമായി ഭക്ഷിക്കുന്നവൻ നന്നായി ഉറങ്ങുന്നു, അവൻ ഉന്മേഷവാനായി രാവിലെ ഉണരുന്നു. അമിത ഭക്ഷണം നിദ്രാരാഹിത്യവും ദഹനക്ഷയവും ഉദരവേദനയും ഉളവാക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പെട്ടെന്ന് വയറുവേദന വരുമ്പോൾ ഓടി ഹോസ്പിറ്റലൊന്നും പോകേണ്ട കാര്യമില്ല. ചോദിക്കുക, സ്വയമേ ആത്മശോധന ചെയ്ത് നോക്കുക. മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു നോക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൊതി എന്ന മൂലഭാവം എന്നിലുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ ദൈവം പറഞ്ഞു തരും. ഹല്ലേലൂയാ. വയറുവേദനയുടെ കാരണം നമ്മൾ പറയും ഗ്യാസ് കയറി, ഗ്യാസ്ട്രിക്കാ. അതൊന്നുമല്ല. വചനം പറയുകയാണ്, കൊതി എന്ന ഭാവം ഉണ്ടെങ്കിൽ വയറുവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് ദൈവം പറഞ്ഞ് മനസ്സിലാക്കിയ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
അതുകൊണ്ട് നമ്മെ തന്നെ നിയന്ത്രിക്കുക. വീണ്ടും ഞാൻ പറയുവാണ്, ആവശ്യത്തിലധികം ആവശ്യത്തിലധികം ഭക്ഷണം വേസ്റ്റ് ആക്കുന്നവർ, നമ്മൾ കഴിക്കുമ്പോൾ ശരിയാണ്, സമൃദ്ധി ദൈവം അനുഗ്രഹിച്ചു, ജോലിയൊക്കെ കിട്ടി, നല്ല ജോലിയൊക്കെ കിട്ടി, ഭക്ഷണം കഴിക്കുവാനുള്ള ചുറ്റുവട്ടങ്ങളെല്ലാം ദൈവം ഒരുക്കി തന്നു. എന്നാൽ അനാവശ്യമായിട്ട് നാം ഭക്ഷണം വേസ്റ്റ് ആക്കുമ്പോൾ ഓർക്കുക, 5-ാം പ്രമാണത്തിനെതിരെ നാം പാപം ചെയ്യുന്നു. 5-ാം പ്രമാണം എന്താണ്? 5-ാം പ്രമാണം മറന്നുപോയോ? 5-ാം പ്രമാണം കൊതിയോ? 5-ാം പ്രമാണം ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. ഈ വന്ന അച്ഛന്മാരെ ഞാൻ മാത്രമേ കണ്ണട വെച്ചിട്ടുള്ളൂ, കണ്ണ് കാണത്തില്ല, അതുപോലെ ഒരു രോഗമുണ്ട്, ചെവിയും കേൾക്കത്തില്ല. ഉച്ചത്തിൽ പറഞ്ഞേ. 5 കൊല്ലരുത്. 5 കൊല്ലരുത്. ഭക്ഷണം വേസ്റ്റ് ആക്കുമ്പോൾ ഓർക്കുക, അമിതമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഓർക്കുക, നാം കൊലപാതകം ചെയ്യുകയാണ്. മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട ഭക്ഷണം നാം വേസ്റ്റ് ആക്കുന്നു, അവന്റെ ജീവിതത്തെ നാം ഇല്ലാതാക്കുന്നു, കൊലപാതകം ചെയ്യുന്നു. കുഞ്ഞുമക്കളോട് പറഞ്ഞ് മനസ്സിലാക്കണം. വീട്ടിലെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ട്, അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം, മക്കളെ ഇതാണ് ദൈവത്തിന്റെ നിയമം. ദൈവത്തിന്റെ നിയമം ഇതാണ്. ഭക്ഷണം വേസ്റ്റ് ആക്കുന്നവൻ, ഭക്ഷണം നഷ്ടപ്പെടുത്തുന്നവൻ, ഭക്ഷണം മോശമാക്കി കളയുന്നവൻ, ആവശ്യത്തിലധികം ഭക്ഷിക്കുന്നവൻ, ഓർക്കുക, അവൻ കൊലപാതകിയാണ്. 5-ാം പ്രമാണത്തിനെതിരെ പാപം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അല്പം കൂടി ഉയർന്ന സ്വരത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. 20 മിനിറ്റ് ഉണ്ട്. 20 മിനിറ്റ് കൊണ്ട് മറ്റൊരു ഭാവത്തെ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ പാപം, ഈ മൂലപാപം, ഇത് സകല പാപങ്ങളുടെയും അമ്മയാണ്. ഹല്ലേലൂയ. എല്ലാ പാപങ്ങൾക്കും അമ്മയായിട്ട് ഒരു പാപമുണ്ട്. ആ പാപമാണ് ആസക്തി. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം വചനം. 1-ാം അധ്യായത്തിന്റെ 15-ാം വചനം പറഞ്ഞേ. ഇച്ചിരിയും കൂടെ ഉയർന്ന സ്വരത്തിൽ വായിച്ചേ. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപത്തെ പ്രസവിക്കുന്ന ഒരേ ഒരു കാര്യം, അത് ദുർമോഹമാണ്. എന്നിലും നിങ്ങളിലുമുള്ള ദുർമോഹം എന്റെ ജീവിതത്തിലേക്ക് പാപത്തെ കൊണ്ടുവരുന്നു. ഒരുവനിലുള്ള ദുർമോഹം ശരിയായ മോഹമല്ല, ദുർമോഹം, തെറ്റായ രീതിയിലുള്ള ആഗ്രഹങ്ങൾ, അവനിലുള്ള ആസക്തികള്, ജഡികാസക്തികള്, ഇത് അവന്റെ ജീവിതത്തിലേക്ക് പാപത്തെ കൊണ്ടുവരുന്നു. ഇനി പാപത്തെക്കുറിച്ച് എന്താ പറയുന്ന? പാപം പൂർണ്ണ വളർച്ചയുണ്ടാകുമ്പോൾ എന്ത് പറ്റുന്നു? മരണത്തെ ജനിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതം എന്താണ്? ഒരു ബലൂണിന് സമമാണ്. ഈ ബലൂണിനകത്തേക്ക് ദുർമോഹം കുത്തിവെച്ച് അല്ലെങ്കിൽ ദുർമോഹം, പാപം ഇതിങ്ങനെ വളർന്ന് അവസാനം ബലൂണിനകത്ത് കാറ്റ് നിറഞ്ഞ് അവസാനം എന്ത് സംഭവിക്കും? പൊട്ടിപ്പോകുന്നു. ഇതുപോലെയാണ് ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരിച്ചു പോകുന്നു, മരണം സംഭവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, ദുർമോഹങ്ങളിലേക്ക് നിങ്ങളെ തള്ളിവിടുന്ന രീതിയിൽ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കരുത്. റോമാലേഖനത്തിന്റെ 13-ാം അധ്യായം 14-ാം വചനം. റോമ 13:14. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, ദൈവത്തിന്റെ വചനത്തിൽ പറയുക, ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. വലതുകരം ഉയർത്തിക്കേ, വലതുകരം ഉയർത്തി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ശരീരത്തെപ്പറ്റി ചിന്തിക്കരുത്. കൈകൾ താത്തിയിടാം. ഹല്ലേലൂയ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കരുത്. നമ്മുടെ ചിന്ത ശരിയായിരിക്കണം. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ചില കൂട്ടുകെട്ടുകളിൽ, ചില മോശമായ സാഹചര്യങ്ങളിൽ ചെന്ന് പെട്ടതിന്റെ ഫലമായിട്ട് ചില പാപങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കാം. പക്ഷേ പിന്നീട് തിരിഞ്ഞു നോക്കരുത്, ഓർത്തുകൊണ്ടിരിക്കരുത്. അതിന്റെ ആ പാപത്തിന്റെ സുഖം അതേക്കുറിച്ച് ഓർത്ത് ആനന്ദിക്കരുത്. അല്ലെങ്കിൽ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കരുത്. അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്തെല്ലാമായിരുന്നു. പാപങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക, അതിൽ സന്തോഷിക്കുക. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കരുതെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു വെക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 19-ാം അധ്യായത്തില് 17 മുതൽ 26 വരെയുള്ള വചനങ്ങൾ കാണുവാൻ സാധിക്കും. ദൈവം സൊദോം ഗൊമോറ നശിപ്പിക്കുന്നതിന് മുമ്പ് തന്റെ ദൂതന്മാരെ അയച്ച് ലോത്തിനെയും കുടുംബത്തെയും പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഈ ദൂതന്മാര് ലോത്തിനോടും കുടുംബത്തിൽ ഉള്ളവരോടും പറയുന്നുണ്ട്, ലോത്തിന്റെ ഭാര്യയോടും മക്കളോടും പറയുകയാണ്, ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾ ഓടിപ്പോകുക ഇവിടുന്ന്. പുറകോട്ട് തിരിഞ്ഞു നോക്കരുതെന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മൾ വായിച്ചു പോകുമ്പോൾ കാണുവാൻ സാധിക്കും, ഇവരെ പോകുമ്പോൾ ദൈവം സൊദോം ഗൊമോറയെല്ലാം നശിപ്പിച്ചു. വചനം 26 ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. സൊദോം ഗൊമോറ പാപത്തിന്റെ സ്ഥലമാണ്, അശുദ്ധിയുടെ സ്ഥലമാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ അവളുടെ ജീവിതത്തിലേക്ക് വന്നു. അവൾ തിരിഞ്ഞു നോക്കി എന്ന് പറയുന്നത് അവളിലേക്ക് ഒരു ഓർമ്മ കടന്നു വന്നു. ഇന്നലകളിലെ പാപത്തിനെ കുറിച്ചുള്ള ഓർമ്മകള്, ചില പാപങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്നും കിട്ടിയ സന്തോഷത്തെക്കുറിച്ചുള്ള ചില ഓർമ്മകള്, അത് കടന്നു വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഉടനെ വചനത്തിൽ പറഞ്ഞു വെക്കുകയാണ്, 26-ാം വചനത്തിലെ 19-26, അവൾ ഉപ്പുതൂണായി മാറി. അവളുടെ ജീവിതത്തിൽ വളർച്ച നഷ്ടപ്പെട്ടു. അവൾ ഇല്ലാതെയായി, അവൾ മരിച്ചുപോയി. കാരണം അവളിലുള്ള ദുർമോഹം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു വെക്കുന്നത്, ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം പാപത്തെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച് നീ ചിന്തിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധമമായ വികാരങ്ങൾക്ക് നാം നമ്മെ തന്നെ അടിമപ്പെടുത്തരുത്. ഹല്ലേലൂയ. എന്റെ ശരീരം അത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ഈ ആലയത്തെ ഞാൻ വ്യഭിചാരത്തിന് വേണ്ടി വിട്ടുകൊടുക്കരുത്. സ്വയംഭോഗത്തിന്, സ്വവർഗഭോഗത്തിന് അടിമപ്പെടുത്തരുത്. ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ തിന്മ അത് സെക്ഷൽ സെൻസ് ആണെന്ന് ഇന്ന് രാവിലെ ഡിങ്ങിയച്ചൻ പറഞ്ഞു നമ്മെ മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, ഓർക്കുക, നാം നമ്മുടെ ശരീരത്തെ വ്യഭിചാരത്തിന് സമർപ്പിക്കുമ്പോൾ അതുവഴി വലിയ വിപത്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ശരീരത്തെ ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നാം സമർപ്പിക്കുമ്പോൾ ജീവിതത്തിൽ വലിയ തകർച്ചകൾ ഉണ്ടാകുന്നു. ദൈവം ആഗ്രഹിക്കാത്ത വഴിയിലൂടെ പോകുമ്പോൾ നാം നശിച്ചു പോകുന്നു. യൂദിത്തിന്റെ പുസ്തകം, യൂദിത്ത് 9-ാം അധ്യായം 2-ാം വചനം, യൂദിത്ത് 9:2 വളരെ മനോഹരമായൊരു വചനമാണ്. യൂദിത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം വചനം. യൂദിത്ത് പ്രാർത്ഥിക്കുക, എന്റെ പിതാവായ ശിമെയോന്റെ ദൈവമായ കർത്താവേ, ഒരു കന്യകയെ മലിനമാക്കാൻ, അവളുടെ വസ്ത്രം അഴിക്കുന്ന, അവളെ ലജ്ജിപ്പിക്കാൻ, അവളുടെ നഗ്നത വെളിപ്പെടുത്തുന്ന, അവളെ അപമാനിക്കാൻ, അവളുടെ ഗർഭപാത്രം മലിനമാക്കുന്ന ഏത് വിദേശീയനോടും പ്രതികാരം ചെയ്യുന്നതിന് അവിടുന്ന് അവന്റെ പിതാവിന് ഖണ്ഡം കൊടുത്തുവല്ലോ. എന്തെന്നാൽ അതൊരിക്കലും സംഭവിക്കരുത്. തുടർന്ന് വചനത്തിൽ പറയുകയാണ്, 3-ാം വചനം, എങ്കിലും അവർ അത് ചെയ്തു. അതിനാൽ അവരുടെ ഭരണകർത്താക്കൾ കൊല്ലപ്പെടുവാനും അവരുടെ ചതിപ്രയോഗത്താൽ ലജ്ജപൂണ്ട കിടക്കുകൾ രക്തപങ്കിലമാക്കാനും അവിടുന്ന് ഇടവരുത്തി. ഒരു മനുഷ്യൻ വിശുദ്ധമായി സൂക്ഷിക്കേണ്ട തന്റെ ശരീരത്തെ വ്യഭിചാരത്തിനും മറ്റ് പല വിധത്തിലുള്ള ലൈംഗിക പാപങ്ങൾക്കുമായിട്ട് തള്ളിവിടുമ്പോൾ ഓർക്കുക, അവന്റെ ജീവിതത്തിലും കുടുംബത്തിലും വലിയ വിപത്തി, വലിയ അത്യാഹിതങ്ങളിലേക്ക്, വലിയ തകർച്ചയിലേക്ക് തന്റെ ജീവിതത്തെ, കുടുംബത്തെ തള്ളിവിടുകയാണ്.
ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യൂദത്തിന്റെ പുസ്തകത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 3-ാം വചനത്തിൽ പറയുന്നത്, അവരുടെ ഭരണകർത്താക്കൾ കൊല്ലപ്പെടുവാനും അവരുടെ ചതിപ്രയോഗത്താൽ ലജ്ജ പൂണ്ട കിടക്കകൾ രക്തമങ്കിലമാകുവാനും അവിടുന്ന് ഇടവരുത്തി. അവരുടെ ഭരണകർത്താക്കളെ ഓർക്കുക പ്രിയപ്പെട്ട സഹോദര സഹോദരി. നിങ്ങൾ അറിഞ്ഞും അറിയാതെയുമായി വ്യഭിചാരത്തിന്റെ പാപം ചെയ്യുമ്പോൾ, ലൈംഗിക പാപങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ ഭരണകർത്താക്കൾ മരണത്തിന് ഇരയാകും. വചനത്തിൽ പറയുകയാണ്, ഭരണകർത്താക്കൾ കൊല്ലപ്പെടുവാനും. ഭരണകർത്താക്കൾ ഓർക്കുക, ഒരു മകൻ ഒരു മകള്, ആ മകനോ മകളോ ലൈംഗിക പാപം ചെയ്യുമ്പോൾ അവന്റെ ഭരണകർത്താക്കള്. നമ്മുടെ ഭരണകർത്താവ് ആരാ? മക്കളുടെ ഭരണകർത്താക്കൾ ആരാ? മാതാപിതാക്കള്. മക്കളുടെ ഭരണകർത്താക്കള് മാതാപിതാക്കള്. മക്കള് ലൈംഗിക പാപം ചെയ്യുമ്പോൾ, തങ്ങളുടെ ജീവിതം അശുദ്ധിക്ക് വേണ്ടി തള്ളിവിടുമ്പോൾ ഓർക്കുക, മാതാപിതാക്കള്, ഭരണകർത്താക്കള്, മാതാപിതാക്കള് കൊല്ലപ്പെടും. ഇന്ന് പല കുടുംബങ്ങളിലും മക്കളുടെ തെറ്റായ നടപ്പ് കാരണം വേദനിച്ച് ജീർണിച്ച് അവശത അനുഭവിക്കുന്ന ഒത്തിരിയേറെ മാതാപിതാക്കളുണ്ട്. നിന്റെ പാപം നിന്നെ വേട്ടയാടും. വചനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, മക്കളുടെ പാപം മൂലം ഇന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങള്, മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കള് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. മാതാപിതാക്കളുടെ പാപം മൂലം നശിച്ചു പോകുന്ന മക്കളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പറയുകയാണ്, ഈ നിന്ദിക്കപ്പെട്ട വെറുക്കപ്പെട്ട ഈ പാപം ചെയ്ത സ്ഥലം, ആ സ്ഥലം രക്തമങ്കിലമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് കിടക്കയിൽ നീ പാപം ചെയ്യുവാനായിട്ട് ശയിച്ചോ, ആ കിടക്കയെ ഞാൻ രക്തം കൊണ്ട് നനയ്ക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞു വെക്കുകയാണ്. രക്തം കൊണ്ട് നനയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്റെ തന്നെ രക്തം വാർന്ന് ആ കിടക്കയിൽ വീഴും, രക്തം വാർന്ന് മരിക്കും, അഭിഷേകം നഷ്ടപ്പെടും, പിശാചിന് സമർപ്പിക്കപ്പെട്ട ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 10-ാം വചനം, 12-ാം അധ്യായത്തിന്റെ 10-ാം വചനം, 2 സാമുവേൽ 12:10 ചേർന്ന് വായിച്ചേ, ചേർന്ന് വായിച്ചേ. 2 സാമുവേൽ 12:10. നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ദൂരെ പോകുകയില്ല. ആസക്തിക്ക് തന്റെ ജീവിതത്തെ സമർപ്പിച്ചാൽ, ജഡിക പാപത്തിന് വേണ്ടി എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിച്ചാൽ ഓർക്കുക, എന്റെ കുടുംബത്തിൽ നിന്ന് വാളകന്നു പോകുകയില്ല. എന്റെ കുടുംബത്തില് ഞാൻ ജഡികാസക്തിക്ക് വേണ്ടി എന്റെ ജീവിതത്തെ സമർപ്പിച്ചതിന്റെ ഫലമായിട്ട് പിന്നീട് ഗർഭചിത്രങ്ങളിലേക്ക്, അബോർഷനിലേക്ക് ഞാൻ ആരെയെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിൽ ഞാൻ ഗർഭചിത്രം നടത്തിയിട്ടുണ്ട് എങ്കിൽ ഓർക്കുക, നിന്റെ കുടുംബത്തിൽ നിന്ന് വാളകന്നു പോകുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. കൊലപാതകം ചെയ്ത് ആസക്തിക്ക് അടിമപ്പെട്ട മദ്യത്തിനും മയക്കുമരുന്നിനും തങ്ങളുടെ ജീവിതത്തെ അടിമപ്പെടുത്തിയപ്പോൾ ഓർക്കുക, എന്നെ തന്നെ ഞാൻ കൊല ചെയ്തു. വചനം പറയുകയാണ്, മനുഷ്യജീവൻ ദൈവം കൊളുത്തിയ വിളക്കാണ്. മനുഷ്യജീവൻ ദൈവം കൊളുത്തിയ വിളക്കാണ്. ഈ വിളക്ക് ഞാൻ അണച്ചപ്പോൾ മദ്യപാനം വഴി അല്ലെങ്കിൽ മോശമായ മറ്റു കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ട് എന്റെ ജീവിതത്തെ ഞാൻ മലിനപ്പെടുത്തിയപ്പോൾ, എന്റെ ഇന്നലകളില് അറിഞ്ഞോ അറിയാതെയോ ചില കൂട്ടുകെട്ടുകളിലൊക്കെ പെട്ട് ഗർഭചിത്രത്തിനെല്ലാം ഞാൻ ഇടവ് നിർത്തിയപ്പോൾ, അല്ലെങ്കിൽ എന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഇപ്പോൾ വേണ്ടായിരുന്നു എന്ന് കുഞ്ഞുങ്ങള് വേണ്ട എന്ന് വെച്ചപ്പോൾ, പെട്ടെന്ന് ഗർഭത്തിൽ വന്ന കുഞ്ഞിനെ, ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായിട്ട് അധികമായില്ല, ഇനിയും ഉടനെ ഒരു ഗർഭധാരണം പറ്റത്തില്ല എന്ന് പറഞ്ഞ് നശിപ്പിച്ചപ്പോൾ, ഒന്നിലധികം കുട്ടികളുണ്ട്, എങ്ങനെ പോറ്റുമെന്നോർത്ത് അമ്മയുടെ ഉദരത്തിൽ കുരുത്ത ജീവനെ നശിപ്പിച്ചപ്പോൾ ഓർക്കുക, വചനത്തില് ദൈവം പറയുകയാണ്, നിന്റെ ഭവനത്തിൽ നിന്നും വാൾ കടന്നു പോകുകയില്ല, നിന്റെ കുടുംബത്തിൽ നിന്നും വാൾ കടന്നു പോകുകയില്ല. ദാവീദിന്റെ ജീവിതം എടുത്തു നോക്കിക്കേ. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം മുതൽ
11, 12, 13 അധ്യായങ്ങൾ കാണുവാൻ സാധിക്കും. ദാവീദ് രാജാവ് പാപം ചെയ്തു. തന്റെ ശരീരത്തെ നിയന്ത്രിച്ചില്ല. ദുർമോഹങ്ങളിലേക്ക് നയിക്കപ്പെടുമാറ് അവൻ തന്റെ ശരീരത്തെ അഴിച്ചുവിട്ടു. കണ്ണുകളെ നിയന്ത്രിച്ചില്ല, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചില്ല. ബത്ശബയെ കണ്ടു, അതുവഴി പാപം ചെയ്തു. പാപം ചെയ്തിട്ട് പാപത്തെ മൂടിവെക്കുവാനായിട്ട് പരിശ്രമിച്ചു. അപ്പോഴാണ് നഥാൻ പ്രവാചകൻ വന്നിട്ട് പറയുന്നത്, ഇനി ഈ കുടുംബത്തിൽ നിന്ന്, നിന്റെ ഭവനത്തിൽ നിന്നും ആൾ കടന്നു പോകുകയില്ല എന്ന്. പിന്നീട് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, തുടർന്ന് വായിക്കുമ്പോൾ 12, 13 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ദാവീദിന്റെ ഒരു മോൻ, അവന്റെ പേര് അമ്നോൻ. ദാവീദിന്റെ മോള്, അവളുടെ പേര് തമാർ. ദാവീദിന്റെ മകൻ മകളുടെ കൂടെ അരുതാത്ത കാര്യം ചെയ്തു. വ്യഭിചാരത്തിന്റെ പാപം ചെയ്തു. സഹോദരൻ സഹോദരിയുടെ കൂടെ. ദാവീദ് രാജാവ് പാപം ചെയ്തത് പുറത്താണ്, കുടുംബത്തിനകത്തല്ല, കുടുംബത്തിന് പുറത്ത്, ഭവനത്തിന് പുറത്ത്. വിജാതീയ സ്ത്രീയുമായിട്ട് തെറ്റായ ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ, വ്യഭിചാരത്തിന്റെ പാപം ചെയ്തപ്പോൾ, ഓർക്കുക, അതിന്റെ ആപത്ത് കുടുംബത്തിലേക്ക് കടന്നു വന്നു. നഥാൻ പ്രവാചകൻ കടന്നു വന്നിട്ട് പറഞ്ഞു, ഇത് മൂലം നിന്റെ കുടുംബത്തിൽ നിന്നും വാളകന്നു പോകുകയില്ല എന്ന്. ഫലം നോക്കുക, ദാവീദ് രാജാവിന്റെ മകൻ അമ്നോൻ ദാവീദ് രാജാവിന്റെ മകൾ തമാറിനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അരുതാത്ത പാപം ചെയ്തു. അപ്പൻ പുറത്ത് ചെയ്തു, മകൻ കുടുംബത്തിനകത്ത്. വാള് അകന്നു പോവുകയില്ല. ഇനി ദാവീദ് രാജാവ് ഈ പാപത്തെ പൂർത്തിവെക്കുവാനായിട്ട്, മറച്ചു വെക്കുവാനായിട്ട് ബത്ശബയുടെ ഭർത്താവ് ഉറിയായെ കൊല ചെയ്തു, തെറ്റായ രീതിയിൽ. നഥാൻ പ്രവാചകൻ കടന്നു വന്നിട്ട് പറഞ്ഞ വചനം ഓർക്കുക, ഇനി ഈ വാള് നിന്റെ കുടുംബത്തിൽ നിന്നും കടന്നു പോകുകയില്ല. തന്റെ സഹോദരി വഞ്ചിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ ദാവീദിന്റെ മറ്റൊരു മകൻ അബ്സലോം എന്താ ചെയ്തത്? അബ്സലോം ദാവീദിന്റെ മകൻ അമ്നോനെ കൊലപ്പെടുത്തി. മകൻ മകനെ കൊലപ്പെടുത്തി, സഹോദരനെ കൊലപ്പെടുത്തി. വീണ്ടും ഓർക്കുക, അപ്പൻ പുറത്ത് കൊലപാതകം ചെയ്തപ്പോൾ അതേ അപ്പന്റെ മകൻ അപ്പന്റെ വീട്ടില്, അപ്പന്റെ കുടുംബത്തില് അപ്പന്റെ മകനെ കൊലപ്പെടുത്തി. പ്രിയമുള്ളവരെ ഓർക്കുക, ഒരു പക്ഷേ നാം പുറത്തു ചെയ്തതായിരിക്കാം, ആരും അറിഞ്ഞില്ല എന്ന് വിചാരിച്ചിരിക്കാം. ദൈവതിരുസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കണം. കരുണയ്ക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചില്ല എങ്കിൽ നാളെ, പ്രിയമുള്ളവരെ ഓർക്കുക, ശാപവാക്കായിട്ട് പറയുന്നതല്ല, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്, പശ്ചാത്താപത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി പറയുന്നതാണ്. പശ്ചാത്തപിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ മുമ്പിൽ വെച്ച് അരുതാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾ ചെയ്യും. ഈ നിലകളിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവതിരുസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മദ്യപിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. വ്യഭിചാരത്തിലേക്ക് തന്റെ ശരീരത്തെ തള്ളിവിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. വചനം പറയുകയാണ്, അങ്ങനെ ചെയ്യുന്നവൻ ഭോഷനാണ്. മദ്യപിച്ച് തന്നെ നശിപ്പിക്കുന്നവൻ, മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട് തങ്ങളെ തന്നെ നശിപ്പിക്കുന്നവന്, വ്യഭിചാരത്തിന് തന്നെ ജീവിതത്തെ സമർപ്പിച്ച് തങ്ങളെ തന്നെ നശിപ്പിക്കുന്നവൻ, ഓർക്കുക, അവൻ ഭോഷനാണ്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാഗമ കൂടാരത്തില്, ദൈവത്തിന്റെ കൂടാരത്തിൽ പ്രവേശിക്കുന്ന പോകുമ്പോൾ നീ ബൈബിളിൽ പറയുകയാണ്, മദ്യപിക്കരുത് എന്ന്. സ്വർഗത്തിലേക്കുള്ള യാത്രയില്, സ്വർഗോന്മുഖ യാത്ര നടത്തുന്ന ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ മദ്യപിക്കരുത് എന്ന് ലേവ്യ പുസ്തകത്തില് 10-ാം അധ്യായത്തിലൂടെ ദൈവം പറഞ്ഞു വെക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യപിക്കരുത്. ഹല്ലേലൂയ. വചനം പറയുകയാണ്, മദ്യപിക്കുകയും ലൈംഗികമായ പാപങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് സുബോധമില്ല എന്ന് വെച്ചാൽ അവര് മന്ദബുദ്ധികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് എല്ലാ സ്ഥലങ്ങളിലും പറയുന്നതാണ്. എൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ ആണ്. ആ ചേട്ടൻ്റെ പേര് മത്തായി ചേട്ടൻ. പെട്ടെന്ന് പറയുകയാണ്, മത്തായി ചേട്ടന് ഒരു ഭാര്യയുണ്ട്. ഭാര്യയുടെ പേര് മറിയച്ചെടുത്തി.
2 പെൺമക്കളുണ്ട്, പിന്നെ വീട്ടിലൊരു പട്ടിയുണ്ട്. ഇതാണ് മത്തായി ചേട്ടൻ്റെ കുടുംബം. എല്ലാം നന്നായിട്ട് പോകുന്നു. പക്ഷെ മത്തായി ചേട്ടന് ഒരു കുഴപ്പമുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം കുറച്ച് നേരം പോയി പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പോയി കുളിയെല്ലാം കഴിഞ്ഞിട്ട് പോയി അടുത്തുള്ള ഷാപ്പിൽ പോയി കുറച്ച് കുടിച്ചിട്ട് വരും. ഒരു ദിവസം മത്തായി ചേട്ടൻ ഇങ്ങനെ കുടിക്കാനായിട്ട് പോയി. കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് കുടിച്ചു. സമയമെല്ലാം പോയത് അറിഞ്ഞില്ല. മത്തായി ചേട്ടന് ബോധം വന്നപ്പോൾ രാത്രി 11 മണി, രാത്രി 12-1 മണിയൊക്കെ ആയി. മത്തായി ചേട്ടൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഒരു വിധത്തിൽ വീട്ടിൽ വന്നപ്പോൾ കണ്ടത് മത്തായി ചേട്ടൻ്റെ വീടിൻ്റെ കതകൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ആരും മത്തായി ചേട്ടന് വേണ്ടി കാത്തിരിക്കുന്നില്ല. ഒരേ ഒരാൾ മാത്രമാണ് കാത്തിരിക്കുന്ന. കാരണം ഇതുണ്ട്. ആരാ കാത്തിരിക്കുന്നത്? പെമ്പട്ടി ഉണ്ട്. ഈ പെമ്പട്ടി ഇങ്ങനെ കാത്തിരിക്കുക. കാരണം എല്ലാ ദിവസവും മത്തായി ചേട്ടൻ 3 നേരം ഭക്ഷണം കഴിച്ചിട്ട് ഈ പട്ടിക്ക് ചിരിച്ച് കൊടുക്കും. അതുകൊണ്ട് അന്ന് ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് ഈ പെമ്പട്ടി വളരെ ദുഃഖിച്ച് നോക്കിയിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ മത്തായി ചേട്ടൻ വന്നിട്ട് വീടുകളെല്ലാം അടച്ചിരിക്കുന്നത് കൊണ്ട്, കഥകളെല്ലാം അടച്ചിരിക്കുന്നത് കൊണ്ട് വീടിനകത്തേക്ക് കയറിയില്ല. അവിടെ ഒരു ബെഞ്ചുണ്ട്, വരാന്തയിൽ ഒരു ബെഞ്ചുണ്ട്. ആ ബെഞ്ചിൽ ശാന്തമായിട്ട് കിടന്നു. ഒത്തിരി കുടിച്ചിട്ടാണ് കിടക്കുന്നത്. ഒത്തിരി കുടിക്കുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്. അവരെന്ത് ചെയ്യും? പറഞ്ഞേ. ചേച്ചിമാർക്കറിയാം, ചേട്ടന്മാർക്കറിയത്തില്ല. അവർ വാള് വയ്ക്കും, ഛർദ്ദിക്കും. അപ്പം അന്ന് പിന്നെ വേറെ ഒന്നുണ്ട്. ഒത്തിരി കുടിക്കുന്നവർ ഛർദ്ദിച്ചൊക്കെ കഴിഞ്ഞാൽ നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടുറങ്ങും. 2 രോഗങ്ങളാണ് ഉള്ളത്. ഇന്ന് മത്തായി ചേട്ടൻ അങ്ങനെ വന്ന് കിടന്ന് ബെഞ്ചിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഛർദ്ദിക്കുവാനുള്ള ഇതൊക്കെ വന്ന്, പട്ടിയാണെങ്കിൽ വന്ന് ബെഞ്ചിന് താഴെ ഇങ്ങനെ നോക്കിയിരിക്കുക. ഒന്നും തന്നില്ലോ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുക. മത്തായി ചേട്ടൻ പെട്ടെന്ന് അങ്ങ് ഛർദ്ദിച്ചപ്പോൾ പട്ടിക്ക് ഒത്തിരി സന്തോഷമായി. പട്ടി മനസ്സിൽ പറഞ്ഞു, എല്ലാ ദിവസവും എൻ്റെ മുതലാളി മത്തായി ചേട്ടൻ എനിക്ക് ഉണക്കറൊട്ടിയും അത് ഇതൊക്കെയാണ് തന്നിരുന്നത്. പക്ഷേ കോഴിയുടെ എല്ലൊക്കെയാണ് തരുന്നത്. ഇന്ന് ഇച്ചിരി താമസിച്ചാലും കുഴപ്പമില്ല, എല്ലാം ജ്യൂസ് പരുവത്തിൽ തന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ഈ പട്ടി ഇതെല്ലാം നക്കി തിന്നാൻ തുടങ്ങി. പട്ടി നോക്കി ഇത് കഴിക്കുന്ന സമയത്ത് മത്തായി ചേട്ടൻ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഛർദ്ദിച്ച അസ്വസ്ഥത അങ്ങ് മാറി. പിന്നീട് നല്ല സ്വപ്നം കണ്ട് കിടന്നുറങ്ങുക. അന്ന് മത്തായി ചേട്ടൻ കണ്ട സ്വപ്നം ഇതാണ്. ഐശ്വര്യ റായിയെ കുറിച്ച് അറിയോ? ഐശ്വര്യ റായിയുടെ കൂട്ടത്തിൽ പാട്ടൊക്കെ പാടി ഡാൻസ് ചെയ്യുന്ന ഒരു സീനും സ്വപ്നം കണ്ട് കിടന്നുറങ്ങുക. പട്ടി എല്ലാം നക്കി തിന്ന്, പക്ഷെ പട്ടിയുടെ വയറ് നിറഞ്ഞില്ല. പട്ടി വളരെ വേദനയോടെ മത്തായി ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി. മത്തായി ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും കണ്ട ഇതാണ്. മത്തായി ചേട്ടൻ്റെ ചുണ്ടിൻ്റെ ഇടയിൽ, 2 ചുണ്ടുകളുടെ ഇടയിൽ ഒരു ഛർദിയുടെ ബാക്കി ഇച്ചിരി ഒരു കഷ്ണം. പട്ടി പറഞ്ഞ് ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൈകൾ ഉയർത്തി ആ ബെഞ്ചിലേക്ക് വെച്ചിട്ട് പട്ടി മത്തായി ചേട്ടൻ്റെ ചുണ്ടിൻ്റെ ഇവിടെ ഇങ്ങനെ നക്കാൻ തുടങ്ങി. പട്ടി നക്കിയപ്പോൾ മത്തായി ചേട്ടൻ വിചാരിച്ച ഇതാണ് ഐശ്വര്യ റായി കെട്ടിപ്പിടിച്ച് ഉമ്മരുക. മത്തായി ചേട്ടന് വളരെ സന്തോഷമായി. മത്തായി ചേട്ടനും കയ്യൊക്കെ അങ്ങ് വിരിച്ച് ഐശ്വര്യ റായിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് മത്തായി ചേട്ടൻ ഒരു ഉമ്മ കൊടുത്തു. പട്ടി പേടിച്ചു പോയി. ജീവിതത്തിൽ ആദ്യമായിട്ട്. ഇതിനു മുമ്പ് ഒത്തിരി പട്ടികൾ, ആൺപട്ടികൾ പുറകെയൊക്കെ ഉമ്മ കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ആർക്കും നിന്ന് കൊടുത്തിട്ടില്ല. ഇപ്പതേ മത്തായി ചേട്ടൻ പിടിച്ചു നിർത്തി ഉമ്മ കൊടുക്കുക. പട്ടിയും പേടിച്ചൊരു ഉമ്മ കൊടുത്തു. ഭൗ എന്ന് വെച്ചു. മത്തായി ചേട്ടൻ്റെ ചുണ്ടിൻ്റെ പകുതി പട്ടിയുടെ വായിലായി. ഇപ്പോഴും മത്തായി ചേട്ടൻ ഞങ്ങളുടെ ഇടവകയിലുണ്ട്. വയസ്സായി, 78 വയസ്സോളമായി. ഇപ്പോഴും ഉണ്ട്, പകുതി ചുണ്ടില്ല. പ്രിയമുള്ളവന് സഹോദരീ സഹോദരന്മാരെ, ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ ജഡികാസക്തികൾക്ക് വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുത്താൽ അത് തകർച്ചയിലേക്ക് നയിക്കും. പലതും നമുക്ക് നഷ്ടപ്പെടും. വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുകയാണ്. തകർച്ചയിലേക്ക് നയിക്കുന്ന വിധത്തിൽ, ദുരാശകളിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കരുത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് മുട്ടുകുത്തി നിൽക്കാം. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് എല്ലാ പാപങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. പ്രത്യേകിച്ച് ഇന്നലകളിൽ എൻ്റെ ജീവിതത്തെ വിശുദ്ധിക്ക് ചേർന്ന വിധം നയിക്കാതെ വന്നപ്പോൾ സംഭവിച്ച കുറ്റങ്ങൾ, കുറവുകൾ,
എൻ്റെ ജഡികാസക്തികൾ മൂലം, അമിതഭോജനം മൂലം, ആസക്തികൾ മൂലം, അലസത മൂലം, കോപം, വിദ്വേഷം മൂലം, എൻ്റെ അഹങ്കാരം മൂലം, എൻ്റെ അത്യാഗ്രഹം മൂലം സംഭവിച്ച എല്ലാ പാപങ്ങൾക്കും കരുണയപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ നമുക്ക് നമ്മെ തന്നെ നിർത്താം. സകല പാപങ്ങളും ദൈവതിരുസന്നിധിയിലേക്ക് വിട്ടുകൊടുത്തേ. ഒന്ന് കണ്ണുകളടച്ച്, ഒരു നിമിഷം കണ്ണുകളടച്ച്, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച്. ഹൃദയം കാണുന്നവനാണ് കർത്താവ്, ഹൃദയം കാണുന്നവനാണ് കർത്താവ്. ആ കർത്താവിൻ്റെ മുമ്പിൽ പാപങ്ങളെ സമർപ്പിച്ച്, ഇതുവരെ സമർപ്പിക്കാത്ത ഒത്തിരിയേറെ പാപങ്ങൾ ഒരുപക്ഷെ ദൈവം ഇന്ന് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് സമർപ്പിച്ച്, ഇതുവരെ കുമ്പസാരത്തിൽ പറഞ്ഞിട്ടില്ലായിരിക്കാം, ഇത് പക്ഷേ ആരോടും പറയാൻ പറ്റാത്ത പാപങ്ങളായിരിക്കാം. ദൈവത്തോട് പറഞ്ഞേ, ദൈവം കരുണ കാണിക്കുക. അവിടുന്ന് കരുണാമയനാണ്. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് നമുക്കൊന്ന് ചേർന്ന്